നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇന്നാണ് വൈശാഖം അവസാനിക്കുന്നത്. കഴിഞ്ഞ 28 ദിവസമായിട്ട് വൈശാഖം എല്ലാവരും ആചരിച്ചുകൊണ്ട് വരികയാണ്. ഇന്നാണ് 29ാമത്തെ ദിവസം. ഇന്നാണ് വൈശാഖം അവസാനിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവരും വൈശാഖം വളരെ നന്നായി തന്നെ ആചരിച്ചിട്ടുണ്ടായിരിക്കും. അത് സാധിക്കാത്തവരുണ്ടായിരിക്കും, പകുതിക്ക് വെച്ചിട്ട് നിന്ന് പോയവരെ, തീരെ വൈശാഖത്തിലെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തവരെ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഒരു വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് വൈശാഖത്തിലെ കറുത്ത വാവാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് ശനിദേവന്റെ പിറന്നാളാണ്, ശനി ജയന്തി, ശനി ജനിച്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്, 30 ശനിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതിവിശേഷം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ശനിദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, അതൊക്കെ ഉള്ളവർ, പേഴര ശനി, കണ്ടക ശനി, അഷ്ടമശനി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. അതിന് പറ്റിയ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിക്ക് പൂജ ചെയ്യുക വൈകുന്നേരമാണ്, പകലല്ല, രാവിലെയല്ല, വൈകുന്നേരമാണ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിദേവൻ പ്രസാദിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ശനിയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാകുകയും ചെയ്യില്ല. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം അലങ്കാരങ്ങൾ പറയാം. ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കടനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു, മുരളീധരനായിട്ട്. നന്നേ ചെറിയൊരു ഉണ്ണിയായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ നീളമൊക്കെ കുറഞ്ഞിട്ടുള്ള ചെറിയൊരു രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ നിന്നിട്ട് ഓടക്കുഴൽ വായിക്കുക ശ്രീലകത്ത്. പ്രായം പക്ഷെ 2-3 വയസ്സിൻ്റെ ഉള്ളിലായിട്ടുണ്ടാകും. പ്രായം എത്ര ഉണ്ട്, പക്ഷെ കുഞ്ഞൊരു രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. 2 കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറുമ്പുകളായിരുന്നല്ലോ, ഭഗവാൻ കുറുമ്പനായിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറുമ്പൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ജനം ശാന്തനായിട്ട്. ഇന്ന് ഞാൻ കുറുമ്പൊന്നും കാണിച്ചിട്ടേ ഇല്ല, ഇന്ന് എൻ്റെ ഭക്തരെയെല്ലാം സന്തോഷിപ്പിക്കാനായിട്ട്. കാരണം കൂടുതൽ പേർക്കും കാണാനായിട്ട് ആഗ്രഹം ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതി നിൽക്കുന്നതാണ്. ഇത് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് കൂടുതൽ പേർക്കും ഇഷ്ടം. അപ്പോൾ അത് തന്നെ ആകട്ടെ, എല്ലാവരും എന്നെ കണ്ടിട്ട് സന്തോഷിക്കട്ടെ, എല്ലാവരുടെ മനസ്സിലും ആനന്ദം നിറയട്ടെ. ആ പൊന്നോടക്കുഴലിൻ്റെ നാദമൊക്കെ കേട്ടിട്ട് ആ ഒരു അനുഭൂതിയൊക്കെ അനുഭവിച്ചറിയാനായിട്ട് എല്ലാവരും കാണാൻ വരുമ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ ഭഗവാൻ ദർശനം നൽകുക. അപ്പം അങ്ങനെ മുരളീധരനായിട്ടായിരുന്നു ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കാണുന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ വൈശാഖമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്, ഇന്നാണ് അവസാനത്തെ ദിവസം. അപ്പം നല്ല തിരക്കും ഇങ്ങനെ കൂടി വരുന്ന ഒരു ദിവസമാണ്, കൂടുതലുള്ള ഒരു ദിവസമാണ്. പിന്നെ ശനിയും ഞായറും ഒക്കെ കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഭഗവാനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ആ ഒരു അലങ്കാരത്തിൽ തന്നെയാണ്, മുരളീധരനായിട്ടാണ് ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. അതിൽ ആദ്യത്തേത് ഏറ്റവും മുകളിലുള്ളത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ രണ്ടാമത്തേതിൽ തെച്ചിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. മൂന്നാമത്തേതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്. തെച്ചിയായിരുന്നു 2 കോമൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചി താമര അങ്ങനെ കുറച്ച് കോർത്തിട്ട്, പിന്നെ തുളസി താമര, പിന്നെ കുറച്ച് തെച്ചി താമര. ഇത് നടുക്കാണ് തുളസി, പിന്നെ 2 അറ്റങ്ങളിലും തെച്ചിയാണ് കൂടുതലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഉണ്ടമാലയിൽ താമരയും തുളസിയും അതിങ്ങനെ മാറി 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 കോർത്തിരിക്കാം. നടുക്കാണ് ഭഗവാൻ ഓടക്കുഴൽ വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്, 2 കുഞ്ഞു തിലകങ്ങൾ ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ കാതുപൂക്കൾ ചൂടിയായിട്ട് നല്ല നീളത്തിലുള്ള കമ്മലായിട്ടാണ് കേട്ടോ തോന്നുക. പിന്നെ 2 കുഞ്ഞിക്കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ആ 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ എടുത്തിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് നമ്മുടെ ഭഗവാൻ. മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ, അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ച് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ചെരിവൊക്കെ ഉണ്ടാകുമല്ലോ ഭഗവാന്. അപ്പോൾ ആ ചെരിവിൽ ആ കിങ്ങിണി കെട്ടിയപ്പോൾ അതിൻ്റെ സൈഡിലുള്ള നൂലുകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പട്ടുകോണമൊക്കെ ഉണ്ട് ഭഗവാന്. കാലുകൾ പിണച്ച് വെച്ചിട്ട് അതിൽ കാൽത്തളകളും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആഭരണങ്ങളൊക്കെ യശോദാമ അണിയിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറുമ്പൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം അത് അനുസരിച്ചിട്ടുണ്ട്. കുറുമ്പൊന്നും കാണിക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ.
ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ മുരളീധരനായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുതിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗണപതി ചുവപ്പ്, പച്ച, അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലൊക്കെ ഇങ്ങനെ ചെക്കൊക്കെ ആയിട്ടുള്ള ഈ എല്ലാ നിറങ്ങളും മിക്സ് ആയിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു. നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട്, തുമ്പിയിലൊരു മഞ്ചാടി വെച്ചിട്ടുണ്ട്, പിന്നെ നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടമാണ്. കിരീടം എന്ന് പറയുന്നത് ഒരു മാലയാണ്, സ്വർണ്ണ നിറത്തിലൊരു മാല അർദ്ധവൃത്താകൃതിയിൽ കിരീടത്തിൻ്റെ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഏകദേശം നടുക്കായിട്ടാണ് ഈ സ്വർണ്ണപ്പൊട്ട് ഇരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഗണപതിക്ക് ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി ഭഗവതീനെ കാണാൻ പോകാം. ഭഗവതി എന്നൊന്നും പറയില്ല കേട്ടോ, കാരണം ഒരു ഉണ്ണിയായിട്ടിരിക്കുന്നേ നമ്മുടെ ഉണ്ണികൃഷ്ണനേക്കാളും ചെറിയ ഉണ്ണിയാണ്. മുട്ടിലിഴയണ പ്രായം, മുട്ടിലിഴഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു ഉണ്ണി ഭഗവതി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ശരിക്കും നമുക്കിങ്ങനെ ചെറിയ കുട്ടികൾ നിൽക്കില്ലേ, അതേപോലെ തന്നെ തോന്നുക. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. ആ രണ്ട് കുഞ്ഞി കൈകൾ മുന്നിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്, രണ്ട് കുഞ്ഞി കാലുകൾ മുട്ടുമടക്കിയിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് കാണാം, ഒരു സൈഡിലേക്കാണ് കേട്ടോ. അങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കൗതുകം ഉണ്ടായിരുന്നു ഭഗവതിനെ കാണാനായിട്ട്. നമുക്ക് ഭഗവതിന്നൊന്നും വിളിക്കാൻ തോന്നില്ല, ഉണ്ണിയായിട്ട് തന്നെ കാണാൻ തോന്നുള്ളൂ. ഉണ്ണികൃഷ്ണന്റെ ആനുജത്തിയായിട്ട് അങ്ങനെയാണ് കാണാനായിട്ട് നമുക്ക് തോന്നുക കേട്ടോ. അത്രയും ചെറിയ മുട്ടിലിഴയുന്ന പ്രായത്തിലായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നത്. വളരെ അങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞുണ്ണിയൊക്കെ ആയിട്ട് ഭഗവതിനെ ചാർത്താറുള്ളത്. അപ്പം എന്തായാലും അത് കണ്ട് തൊഴാനായിട്ടും സാധിച്ചു കേട്ടോ. അലങ്കാരങ്ങൾ, കാതുകളിലെ വലിയ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, നല്ല വലിപ്പമുണ്ട്. പിന്നെ നെറ്റിയിലുണ്ട് വലിയൊരു സ്വർണ്ണപ്പൊട്ട്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ്. അപ്പോൾ മുഖം സാധാരണ പോലെ തന്നെയുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ ശരിക്കുള്ള കിരീടമല്ല, ചാർത്തിയിരിക്കണം, ചെറുതായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് ഒരു സ്വർണ്ണപ്പൊട്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു തിളങ്ങുന്ന ഒരു അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴുത്തിലൊക്കെ മാലകളുണ്ട് കേട്ടോ, മാല, അതുപോലെ കൈവളകൾ, തോൾവളകൾ, ഇതൊക്കെ ചുവന്ന പട്ടുകൊണ്ടാണ്. അരയിലുണ്ട്, അരയിലും ഒരു പട്ടുകൊണ്ട് ഒരു അരഞ്ഞാണം പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് കുഞ്ഞി കാലുകളിലും കാൽത്തളകൾക്ക് പോലെ, അതായത് അതിന് പകരമായിട്ട് ഇതേപോലെ ചുവന്ന പട്ടുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ ചുവപ്പ് നിറങ്ങൾ കൊണ്ടാണ് ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഉടയാടയൊന്നും കണ്ടില്ല കേട്ടോ, കാരണം നന്നേ ചെറിയ ഉണ്ണിയാണല്ലോ. അപ്പോൾ ആ ആഭരണങ്ങളൊക്കെ ഇട്ട് കാണുമ്പോഴാണല്ലോ കൂടുതലാവർക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രായത്തിലായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നത്, ഉണ്ണി ഭഗവതിയായിട്ട്. നല്ല ഇഷ്ടം തോന്നി കേട്ടോ അലങ്കാരം കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ണിയായിട്ടുള്ള ഭഗവതി, ഒരു കുഞ്ഞുണ്ണി മുട്ടിലിഴഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ വരണത് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ തോന്നില്ലേ? അപ്പോൾ മനസ്സിലെല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഭഗവതിയെ മനസ്സുകൊണ്ട് ഒന്ന് എടുത്തോളൂ, എന്നിട്ട് നന്നായിട്ട് ഭഗവതിക്ക് മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഉണ്ണികളില്ലാത്ത എല്ലാവരെയും ഭഗവതി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഭഗവതിക്ക് മുന്നിലെ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ട് പോകുക കേട്ടോ. അയ്യപ്പൻ ഇന്നലെ മിടുക്കനായിട്ടിരിക്കുന്നുണ്ടായിരുന്നത്, കയ്യിൽ ഒരു ഓടക്കുഴലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പോലെ ഓടക്കുഴലൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ്, കാരണം അയ്യപ്പനും അതൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഭഗവാൻ ഓടക്കുഴൽ കയ്യിലുണ്ട്, അപ്പോൾ അയ്യപ്പൻ്റെ കയ്യിലും ഓടക്കുഴൽ പിടിച്ചിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓരോ ഇങ്ങനെ ബോർഡറിലൊക്കെ ആയിട്ട് ചുവന്ന പട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഉത്തരയും ഉണ്ട്, അത് ചുവപ്പും സ്വർണ്ണ നിറവും കൂടിയിട്ടുള്ള ഉത്തരയാണ്. ആ അരയിൽ കൂടെയാണ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു മാലയുണ്ട്, സ്വർണ്ണ നിറത്തിലൊരു മാലയുണ്ട്. അതിന് ചുവടെയായിട്ട് ആ മാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പിന്നെ ഈ കുങ്കുമം കൊണ്ട് ഓരോരോ കുത്തുകൾ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മാലയുടെ തുടർച്ചയായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഒരു ചുവന്ന പാലക്കമാല അങ്ങനെയായിട്ടായിരിക്കും അത് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അതേപോലത്തെ ഒരു അലങ്കാരമായിരുന്നു കഴുത്തിലുണ്ടായിരുന്നത്. കാതുകളിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ടുണ്ട്, നെറ്റിയിൽ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ, തട്ടുകളായിട്ട് ചാർത്തിയിട്ട് അതിന് മുകളിലായിട്ട് ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്താണ്. ആ കയ്യിലുള്ള ഓടക്കുഴലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നല്ല കൗതുകം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണീനെയാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ അതായിരുന്നു അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം കേട്ടോ. എല്ലാവരും നന്നായിട്ട് അയ്യപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന കണ്ടന്റിലേക്ക് കിടക്കാം കേട്ടോ. വൈശാഖം ഇന്ന് അവസാനിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെയും വൈശാഖ മാസം ശരിയായിട്ട് ആചരിക്കാനൊന്നും സാധിക്കാത്തവരുണ്ടായിരിക്കും, പകുതിക്ക് വെച്ച് നിന്ന് പോയവരുണ്ടായിരിക്കും. ഒട്ടും ഒരു ദിവസം പോലും, അതായത് ഭഗവാനെ സേവിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുക, ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. നമുക്കറിയില്ലല്ലോ ഓരോരുത്തരുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
വൈശാഖ മാസം വിഷ്ണു ഭജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ്. പക്ഷെ വൈശാഖത്തിൽ മാത്രമല്ല ഭഗവാനെ ഭജിക്കാനായിട്ട് സാധിക്കുക, എല്ലാ ദിവസവും സാധിക്കും. പക്ഷേ ഈ വൈശാഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുണ്യം ലഭിക്കും എന്നാണ് പറയുക. അതാണ് വ്യത്യാസം. അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് കൂടുതൽ പുണ്യം നമുക്ക് ലഭിക്കില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളും സങ്കടപ്പെടാനായിട്ട് പാടില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ആചരിക്കാൻ പറ്റാതിരുന്നതെന്നൊക്കെ ഭഗവാൻ അറിയാം. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ഭഗവാൻ അറിയാം. ഭഗവാന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എന്ത് തീരുമാനം, നമുക്ക് പല ഡിസിഷൻസ് ഒക്കെ എടുക്കാം, നമുക്ക് പല പ്ലാനുകളൊക്കെ ചെയ്യാം. പക്ഷെ അന്തിമ തീരുമാനം അത് ഗുരുവായൂരപ്പൻ്റെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ആകണം എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ പ്ലാനുകൾക്ക് അനുസരിച്ചോ ഒന്നുമല്ല വേണ്ടേ. ഭഗവാന്റെ പ്ലാനുകൾ നമ്മളിലൂടെ നടപ്പാകണം. അപ്പം ഇത് ഭഗവാന്റെ പ്ലാൻ ആണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? ഈ ഒരു ദിവസം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു കേട്ടെ, ഇപ്പോൾ പുറമേ ഉള്ളവരാണ്, വീട്ടിലായിരിക്കില്ല, ജോലി സ്ഥലത്തായിരിക്കും, ഒരിക്കലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസരമാണെങ്കിൽ കൂടെ നമുക്ക് നാരായണ നാമം ജപിക്കാം. ഒരു നാരായണ നാമമെങ്കിലും ജപിച്ചവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നറിയാം. എന്നാലും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ ഒരു വൈശാഖ മാസം കഴിയാനായിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ഈ കുറച്ച് മണിക്കൂറുകൾ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വൈശാഖത്തിലെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും പറയാനായിട്ടും ഉണ്ടായിരിക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാൻ പലർക്കും നൽകിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വലിയ എന്തെങ്കിലും വിശേഷകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയങ്ങൾ പോകും തോറും ഒരു നിമിഷമെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് കഴിയുന്നതും ഈ ഒരു ദിവസം കഴിച്ചുകൂട്ടാം. അത്രയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ന് വൈശാഖത്തിലെ കറുത്തവാവ് കൂടെയാണ്. അപ്പോൾ ശനിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 30 ശനിയാഴ്ചയും കൂടിയാണ്. വളരെ വളരെ വിശേഷമാണ്. അപ്പോൾ ശനിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശനിയുമായി ശരിക്കും ശനി എന്ന് പറയണത് നല്ല ആളാണെന്നാണ് പറയുക. എന്നിരുന്നാലും ശനിയുടെ ദോഷങ്ങൾ പലർക്കും ബാധിക്കാറുണ്ട്. ഇപ്പോൾ 7 ശനി, കണ്ടക ശനി, അഷ്ടമ ശനി എപ്പോഴും പറയാറുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധത്തിൽ ശനിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഒരാളെയും അലട്ടില്ല. അത് വിശ്വാസത്തോടു കൂടെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇന്ന് പകൽ സാധാരണ പോലെ തന്നെ കഴിയും, ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട്. പിന്നെ ശനിയുടെ ദിവസം കൂടി ആയതുകൊണ്ട് വൈകുന്നേരം, അതായത് രാത്രി കിടക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കരുത്. അതായത് ഉപവാസമായിട്ട്, അല്ലെങ്കിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കാട്ടോ, അതിലൊന്നും വിരോധമില്ലെന്ന് വ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നുമില്ല, രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഒരാളുടെ അടുത്തും വഴക്ക് പറയുക, ഇത് ചീത്ത പറയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളെക്കാൾ താഴ്ന്നവരടുത്ത്. ഈ ഉയർച്ച താഴ്ച എന്നൊക്കെ പറയുന്നത് അത് ഭഗവാന്റെ കയ്യിലുള്ള തീരുമാനങ്ങളാണ്. എല്ലാവരും നമ്മളെക്കാൾ ഉയർന്നവരാണ് എന്ന് തന്നെ വേണം ചിന്തിക്കാനായിട്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കഴിവ് കുറഞ്ഞവരെ, ഈ കഴിവ് കൂടിയവരെ ചീത്ത പറയാം. ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അത് ജീവിതത്തിലെ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അവർക്ക് അത്രയും ഉണ്ടായിരിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവരെ ചീത്ത പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് വിഷമാകില്ലേ? അങ്ങനെ ചീത്ത പറയാതിരിക്കുക. ഇപ്പോൾ ഈ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കുക. ജോലി സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവരെ താഴ്ന്ന പോസ്റ്റിലുള്ളവരെ വഴക്ക് പറയാതിരിക്കുക. അതുപോലെ വീട്ടിൽ തന്നെ വീട്ടുപണിക്കൊക്കെ വീട്ടുജോലിക്കൊക്കെ വരുന്നവരുണ്ടായിരിക്കും, അവരെയൊന്നും വഴക്ക് പറയാതിരിക്കാം. ഇനി പറയാതെ തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സന്തോഷിപ്പിക്കാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഭിക്ഷയൊക്കെ യാചിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കാം. അപ്പോൾ ഒരിക്കലും നമ്മളെക്കാൾ താഴ്ന്ന നിലയിൽ നിൽക്കുന്നവരെ ഒരു കാരണവശാലും വഴക്ക് പറയാതിരിക്കുക. അത് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ശനിയുടെ ദോഷം മാറാനായിട്ട്, ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം അവരവരുടെ വീട്ടിലെ ടോയ്ലറ്റ് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അയ്യോ എന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതായത് അവരവരുടെ വീട്ടിലെ ബാത്റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കാം. നമുക്ക് പുറത്ത് പോയിട്ട് വൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ദിവസം.
അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അയ്യേ എന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അത് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ ശനിയുടെ ദോഷങ്ങളൊന്നും ഇന്ന് വരില്ല. ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് സ്വന്തം വീട്ടിലെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം, പ്രത്യേകിച്ച് ഈ ടോയ്ലറ്റ്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ ഇന്ന് വൈകുന്നേരമാണ് ശനിയെ പൂജിക്കേണ്ടത്, പകലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശനി പൂജയുടെ സമയം വൈകുന്നേരമാണ്. വൈകുന്നേരം എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് പറയണത് കേട്ടോ. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തോളൂ. ഒരിക്കലും ശനിയുമായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശനിദേവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകില്ല. അത് മാത്രമല്ല ശനിയെ പ്രീതിപ്പെടുത്താനായിട്ടും സാധിക്കും. അപ്പോൾ നല്ല നല്ല ഗുണങ്ങളാണ് ഉണ്ടാകുക. അപ്പം അതിന് വേണ്ടിയിട്ട് എള്ളം ഈ ശനിയുമായിട്ടാണ് എപ്പോഴും ബന്ധം പറയാറുള്ളത്. എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുക, അത് വളരെ നല്ലതാണ്. പിന്നെ എന്ത് ചെയ്യണം, എള്ളുതിരിയൊക്കെ കത്തിക്കുക. ഇപ്പം ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അത് നാളെ അവധിയാണല്ലോ. അപ്പോൾ ശനിക്ക് വൈകുന്നേരമൊക്കെ മിക്കവരും ഫ്രീ ആയിരിക്കും. ശനിയാഴ്ച ഇന്ന് പലർക്കും അവധി ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ മിക്കവർക്കും ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ശനിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ, ഇനിയിപ്പോൾ അവിടെ തന്നെ പോകണമെന്നില്ല, ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് അയ്യപ്പൻ്റെ അടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ ഗണപതിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഹനുമാൻ്റെ അടുത്ത്, ഇവരൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ അയ്യപ്പനാണെങ്കിൽ എള്ളുതിരിയൊക്കെ കത്തിക്കുക, ഗണപതിക്കാണെങ്കിൽ കറുകമാലയൊക്കെ സമർപ്പിക്കുക. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗണപതി ഉണ്ടല്ലോ, അതിന് പുറകിലായിട്ടൊരു കന്നിമൂലയ്ക്കൊരു ഗണപതി ഉണ്ട്. അത് ഒരു തൂണിലെ ശില്പമായിട്ട് അവിടെ ഇന്നലെ കറുകമാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗണപതിക്ക് കറുകമാലയൊക്കെ സമർപ്പിക്കുക. പിന്നെ ഹനുമാന് വെറ്റിലമാലയൊക്കെ സമർപ്പിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എള്ളുതിരിയൊക്കെ കത്തിക്കുക, അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്താനായിട്ട് പറഞ്ഞല്ലോ, അതുപോലെ എള്ളുണ്ട നീതിക്കുക ഭഗവാനെ. ഇത് വീട്ടിലുണ്ടാക്കുന്നവരുണ്ടായിരിക്കും, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും. അതിപ്പോൾ വെളുത്തെള്ളാണെങ്കിലും കറുത്തെള്ളാണെങ്കിലും കുഴപ്പമില്ല, കറുപ്പാണ് കൂടുതൽ നല്ലതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് വിളക്ക് കൊളുത്തുന്ന സമയത്ത് എള്ളെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വിളക്ക് കൊളുത്തിയതിന് ശേഷം ഭഗവാനെ, ശനിയെ സങ്കല്പിച്ചുകൊണ്ട് വേണം നേദിക്കാനായിട്ട്. കാരണം ശനിക്കാണ് എള്ളുണ്ട നമ്മൾ നേദിക്കണത്. അതൊക്കെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം, നേദിക്കാം. അപ്പോൾ ശനിയുടെ ഫോട്ടോ ഒന്നും നോക്കണം എന്നില്ല. ഒന്നുകിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഗണപതിയുടെ ഫോട്ടോയോ ഹനുമാന്റെ ഫോട്ടോയോ ഇതിലേതെങ്കിലും ഉണ്ടായാൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സങ്കല്പിച്ചുകൊണ്ട് ശനിദേവന് വേണ്ടിയിട്ടാണ് നമ്മളിത് സമർപ്പിക്കുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ശനിദേവനെ സന്തോഷിപ്പിക്കാനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കാം. സങ്കല്പത്തിന് അവിടെ പ്രാധാന്യമുണ്ട്, സങ്കല്പത്തിന് വളരെ ശക്തിയുണ്ട്. അപ്പം അങ്ങനെ സമർപ്പിക്കാം, നേദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്രസാദം നമ്മളെല്ലാവരും കഴിക്കുകയും വേണം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അതിന്ന് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തോളൂ കേട്ടോ. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക എന്നുള്ളതും, ഒപ്പം തന്നെ എള്ളുണ്ട നേദിക്കുക എന്നുള്ളതും. അപ്പം ഇതെങ്കിലും എല്ലാവരും ഇന്ന് വൈകിട്ട് ചെയ്തോളൂ കേട്ടോ. ശനിയുടെ ദോഷങ്ങൾ ഒരിക്കലും അലട്ടില്ല ഒരാളെയും. മാത്രമല്ല ശനിയെ സന്തോഷിപ്പിക്കാനായിട്ട്, പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ ഗുണാനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. എള്ളുണ്ടയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് നേദിച്ചതാകുമ്പോൾ വളരെ വിശേഷമാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ശനിയുടെ പിറന്നാളും ഇന്ന് സാധിക്കുന്ന പോലെ തന്നെ ആഘോഷിക്കാം. ഒപ്പം നന്നായിട്ട് ഭഗവാനെയും വിളിക്കാം. വൈശാഖം തീരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ ഒന്നും മുടക്കണ്ട, നാമജപം ഒന്നും മുടക്കണ്ട. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈശാഖം തുടങ്ങിയതിന് ശേഷം നമ്മൾ എണ്ണിയിട്ടുള്ള നാമജപങ്ങളുടെയൊക്കെ ആ എണ്ണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ വൈശാഖത്തിലെ എത്രത്തോളം നാമജപം നമുക്ക് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് പറയാം. ഇന്നലത്തെ ഞാൻ എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നാളെ പറയാം. പിന്നെ ഒരു കാര്യം, നാമജപം എഴുതാനായിട്ട്, അതായത് കമൻറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് ഇന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഇന്നത്തെ കമൻറ്റും കൂടി നോക്കുള്ളൂ, നാളെ വേറെ, ഇനി നാളെ നമ്മൾ എല്ലാം കൂടെ പറയല്ലേ ചെയ്യുക, ഇന്നും കൂടെ അല്ലേ വൈശാഖുള്ളൂ. അപ്പോൾ ഇന്നത്തെ കൂടെ കമൻറ്റ്സ് ഇതിലിട്ടിട്ട് വേറെ വൈശാഖത്തിൻ്റെ നാമജപത്തിൻ്റെ എണ്ണം ഇനി വേറൊരു വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് കേട്ടോ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ വൈശാഖ മാസം എങ്ങനെയൊക്കെ ഓരോരുത്തരെ ആചരിച്ചു, ഈ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിച്ചത്, പുണ്യപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, അതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചോ എന്നുള്ളത് ഭഗവാനെയാണ് നമ്മൾ വിശ്വസിപ്പിക്കേണ്ടത്, ഭഗവാനെയാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. എന്നാലും അതൊക്കെ കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ചെയ്യാനായിട്ട് ഒരു പ്രചോദനം പോലെ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലർക്കും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ള ഒരു ചിന്ത വരുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് അത് കമൻറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എള്ളുണ്ടയൊക്കെ നേദിച്ചോ ശനി ഭഗവാന്, അതും കൂടെ ഈ വീഡിയോയ്ക്ക് ചൂടെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. വൈശാഖം കഴിഞ്ഞാലും ആരും നാമജപം മുടക്കേണ്ട, നമ്മൾ നാമജപം തുടർന്നുകൊണ്ട് പോകുകയാണ്. അപ്പോൾ ഇത് എണ്ണം കുറയൊന്നും വേണ്ട കേട്ടോ. ഇത്രയും എണ്ണം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും നമുക്ക് നാമജപം ഉണ്ടായിരിക്കണം. നാമജപത്തിലൂടെ മാത്രമേ ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാരായണ നാമം മാത്രം ജപിച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയാകുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ ഇതെല്ലാമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.